വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അധികൃതരുടെ കടുത്ത അനാസ്ഥ. തലയ്ക്ക് പരിക്കേറ്റ വയോധികയടക്കമുള്ള രോഗികളെ എക്സ്റേക്ക് കൊണ്ടുപോയത് കനത്ത മഴയത്ത്. സ്ട്രെച്ചറിൽ മഴയത്ത് രോഗികളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതൊരു പുതിയ സർവീസ് ആണല്ലോ. ഒരു അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ ചെന്ന് മഴയൊക്കെ നനഞ്ഞ് വേറൊരു അസുഖമായിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. കൊള്ളാലോ. വരുന്ന ന്യൂസ് അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇത് ഈ ഹോസ്പിറ്റലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ കംപ്ലൈന്റ് അല്ല. ഇതുവരെ ഈ ഹോസ്പിറ്റൽ അതോറിറ്റിയിലുള്ള ആരും പ്രോപ്പർ റെസ്പോൺസ് കൊടുത്തിട്ടില്ല എന്നാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. ജനങ്ങൾ ആദ്യം കുറച്ച് കംപ്ലയിൻസ് ഒക്കെ റേസ് ചെയ്ത് കുറേ നാൾ ബഹളമൊക്കെ വെച്ച് പിന്നെ ഇതെല്ലാം മറന്ന് ഇതേപോലെയുള്ള ഹോസ്പിറ്റലിലൊക്കെ തന്നെ പൊക്കോളും എന്നൊരു ധൈര്യമാണോ നമ്മുടെ നാട്ടിലെ ഇതേപോലെ ഹോസ്പിറ്റൽ അതോറിറ്റീസിനുള്ളത്? ശരിക്കും മാനന്തവാടിയിലെ ഈ ഹോസ്പിറ്റലിൽ മാത്രമാണോ ഇങ്ങനെ നടക്കുന്നത്? എങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള പല സ്ഥലങ്ങളിലുള്ള പല ഹോസ്പിറ്റൽസിലും ഇതും അല്ലെങ്കിൽ ഇതിലും മോശമായ അവസ്ഥയില്ലേ? ഇതിനൊക്കെതിരെ എന്നാണ് ഒരു പ്രോപ്പർ ആക്ഷൻ വരിക? ഇനിയും ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടോ. ശരി, അപ്പോൾ